സംഗീതവും സാഹിത്യവും ഒക്കെ അലിഞ്ഞു ചേർന്ന വള്ളുവനാടിന്റെ നിഷ്കളങ്കതകൾ ഉള്ളിലൂറുന്ന ഒരു ഉണ്ണികൃഷ്ണൻ. പാട്ടിലും കൊട്ടുവാദ്യങ്ങളിലുമെല്ലാം അതീവ തൽപരനായിരുന്ന അയാളെ കാലം കൈപിടിച്ച് കൊണ്ടു നടന്നെത്തിച്ചത് ഗാനമേള വേദികളിലോ കച്ചേരി വേദികളിലോ ഒന്നുമായിരുന്നില്ല. KPSCയും കേരള കലാവേദിയും പോലെയുള്ള നാടക ട്രൂപ്പുകളുടെ പിന്നണിയിലേക്കായിരുന്നു. പക്ഷേ അരങ്ങിന് പുറകിൽ തബലയുടെ താളപ്പെരുക്കങ്ങളുമായി ഒതുങ്ങിക്കൂടാനായിരുന്നില്ല ഉണ്ണികൃഷ്ണന്റെ നിയോഗം. പിന്നണിയിൽ നിന്ന് നാടകവേദികളിലേക്ക്, അവിടെ കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങൾക്ക് കയ്യടി നേടിയ ശേഷം സ്വന്തം നാട്ടുകാരൻ കൂടിയായ PN മേനോൻ അദ്ദേഹത്തിന് ചലച്ചിത്ര മേഖലയിലേക്ക് സ്വപ്ന ദർശനം നൽകി. ദർശനം എന്ന ചിത്രത്തിലൂടെ 100ഓളം ചിത്രങ്ങളിലെ സ്വാഭാവികമായ അഭിനയ ശൈലിയിലൂടെ പിന്നീട് അദ്ദേഹം നമുക്ക് പ്രിയപ്പെട്ടവനായി. അഭിനയ മികവിന്റെ 3 സംസ്ഥാന പുരസ്കാരങ്ങൾ, ഒടുവിൽ ഒരു കണ്ണുനീർ തുള്ളിയായി മാറിയപ്പോഴും ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ ഓർമ്മയിൽ എന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. തോറ്റു തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഞാൻ കുട്ടനായർ, ചങ്ങനാശ്ശേരിക്കാരനാ. വരവറിയാതെ ചെലവ് കഴിച്ചാൽ പെരുവഴിയാധാരം. ഒരു നുള്ളു പൊന്നിനെ എന്റെ കുട്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ, അതുപോലും വാങ്ങിച്ചു തരാൻ കഴിയില്ല അച്ഛാ. ഇത് സംഗതി മറ്റതാണ്. മറ്റതോ? പ്രേമം. നിന്റെ അച്ഛനുണ്ടാക്കിയ സംഗീതത്തിന്റെ നന്മയുണ്ടല്ലോ, അതൊന്ന് തൊട്ടു നോക്കാൻ പോലും നീ മെനക്കെട്ടിട്ടില്ല. മിനിസ്റ്ററെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വകയായിട്ട് സ്പെഷ്യൽ നന്ദി കൂടെ പറഞ്ഞു. പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ജോയിൻ ചെയ്താ പോരെ, അതിന് ഏസായി അദ്ദേഹം മതി. ആനനെ ചങ്ങലില്ലാതെ ആരെങ്കിലും മേയാൻ വിടൂ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? സ്ഥിരമായിട്ട് പെണ്ണ് കാണാൻ നടക്കുകയാണെങ്കിൽ ഈ പണി നിർത്തി സ്ഥലം കാലിയാക്കാൻ നോക്ക്. നിന്നെ കാണുന്ന ഈ വീട്ടിലൊരു നക്ഷത്രം തിരിച്ചു വരുന്ന പോലെ അല്ലടാ. ഓ അത് ശരിയാണല്ലോ, ഞാനാണല്ലോ സ്ഥിരം കൊലപാതകി. ആ കത്തിരിക്കും. ജോലി തിരക്കായ എനിക്ക് പിന്നെ കണ്ണ് കാണില്ല. കുമാരൻ എന്നെയും കൊണ്ട് എവിടേക്കാ പോയത്? എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഉള്ളൂ. എന്താ പിന്നെ കുട്ടികളാവാഞ്ഞേ? നാവാമുകുന്ദന് കൊടുത്തതിന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്, അത് എന്നാ സ്വീകരിക്കും. ഓർമ്മയിലെന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ യാത്രയിലേക്ക് ആദ്യം എത്തുന്നത് സംവിധാനം ചെയ്ത 80% ചിത്രങ്ങളിലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ ഉപയോഗിച്ച ഒരു സംവിധായകൻ. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ കാലത്തെ അതിജീവിച്ച് വീണ്ടും വീണ്ടും കാണുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ചിരി പടർത്തുന്ന ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രാജസേനൻ സാർ. ഓർമ്മയിലെന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന ഈ പരമ്പരയിലേക്ക് സാറ് വരുമ്പോൾ സംവിധാനം ചെയ്ത, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ 80% ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേഷങ്ങളുണ്ട്. ഇപ്പോഴത്തെ സിനിമകളിൽ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. അതായത് എഴുതിയ ശേഷം ഏത് വേഷം ആര് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു തസ്തിക. എന്നാൽ അന്ന് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സിനിമകളുടെ ആലോചനയുടെ തുടക്കത്തിൽ പേന എടുക്കുമ്പോൾ തന്നെ ഈ നടന്മാർക്കുള്ള ഒരു കഥാപാത്രം അതിൽ വന്നു പെടുമായിരുന്നു, ഉണ്ടായിരുന്നു. ഈ ഒടുവിലേട്ടൻ ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളും അത്തരത്തിൽ ആലോചനയുടെ വേളയിൽ തന്നെ അദ്ദേഹത്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് സിനിമകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി സിനിമകളിൽ ഉണ്ണിയേട്ടൻ വരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു സിനിമയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നോക്കിയായിരുന്നു. കഥാനായകൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിയിട്ട് ഞാനും തിരക്കഥാകൃത്തുക്കളും ഇങ്ങനെ ചർച്ച ആരംഭിച്ചപ്പോൾ ജയറാമിൻ്റെ ക്യാരക്ടർ കിട്ടി, പയ്യാരത്ത് പത്മനാഭൻ നായർ എന്ന് പറയുന്ന ആ കഥാപാത്രം കിട്ടി. പക്ഷേ ഈ ശങ്കുണ്ണി എന്ന് പറയുന്ന കാര്യസ്ഥൻ്റെ കഥാപാത്രം അങ്ങോട്ട് കൊള്ളാവുന്നുമില്ല, ഡയലോഗും വരുന്നില്ല, സീക്വൻസും വരുന്നില്ല. വല്ലാത്തൊരു ഘട്ടത്തിലായി. അപ്പോൾ ഈ രാജൻ കിഴക്കനയിലെയും മണീഷട്ടനും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എഴുത്തുകാർ. അപ്പോൾ അതിൽ മണിസാറ് ചോദിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഒടുവിലിനെ തന്നെ വച്ചുകൂടാ? ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ വാഗോണ്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ ഉണ്ണിയേട്ടനെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചിട്ട് ഒരു സീക്വൻസും വർക്കൗട്ട് ആവുന്നില്ല. കാരണം ആ സിനിമയിൽ വളരെ ഈ കുറെ സത്യങ്ങൾ അറിയാവുന്ന ഒരാളും കൂടെ, അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. നർമ്മ മാത്രമല്ല, കഥാപരമായി വലിയ പ്രാധാന്യമുള്ള വേഷമാണ്. ശരിക്കും പറഞ്ഞാൽ പല സീക്വൻസിലും ഈ കലാമണ്ഡലം കേശവനെക്കാളും ജയറാമക്കാലും ഒക്കെ സ്കോർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു മുഖത്തുനിന്നും ഈ ശങ്കുണ്ണിയെ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അവസാനം തീരുമാനിച്ചു, ആ ശങ്കുണ്ണി ഉണ്ണിയേട്ടൻ തന്നെയാണ്. കഥാനായകൻ ഉൾപ്പെടെ ഇപ്പൊ മേലേപ്പറമ്പിലാണ് വീട്ടിലെ തമിഴ്നാട്ടില് ചായക്കട നടത്തുന്ന കുട്ടൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പം ഈ ഒടുവിലേട്ടനൊക്കെ അങ്ങനെ വലിയ വേഷപ്രച്ഛന്നതകളൊന്നും ഇല്ലെങ്കിലും അവതരിപ്പിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് എത്രയോ നാളായിട്ട് തമിഴ്നാട്ടിൽ താമസിക്കുന്ന ഒരാളായിട്ട്
തോന്നും. അവിടുത്തെ പൈപ്പ് തുറക്കുമ്പോഴും ആ ബക്കറ്റ് എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് തോന്നുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ നമ്മൾ പറയുമ്പോൾ അതിൽ ചില ടിപ്പിക്കൽ മോമെൻറ്റ്സ്, മുഹൂർത്തങ്ങളുണ്ടാവും, വെരി ക്രിട്ടിക്കലുമായിട്ടുള്ള മോമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ, ഇപ്പോൾ മേലേപ്പറമ്പിൽ ആൺവീടിൽ തന്നെ ജയറാം പവിഴമായിട്ട് പ്രേമമായി, പ്രശ്നമായി, കല്യാണവും കഴിച്ചു. അപ്പോൾ ഞാൻ എന്തു ചെയ്യും, വീട്ടിലോട്ട് കൊണ്ടുപോയാൽ എങ്ങനെ? അപ്പോൾ പല പ്രാവശ്യവും വീട്ടിലൊരു ജോലിക്കാരുടെ പ്രശ്നം ജയറാം ഈ കുട്ടൻ നായരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട്, എടാ അതിന് നീ ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, വീട്ടിലൊരു ജോലിക്കാരിയാണ് ആവശ്യമെങ്കിൽ ആ വേഷത്തിൽ അവളെയും കൊണ്ടുപോകും, അവിടെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ അതങ്ങ് തീരുകയും ചെയ്യുമല്ലോ എന്ന് പറയുന്ന ഡയലോഗ് ഒരു സാധാരണ നടൻ പറഞ്ഞാൽ കിട്ടത്തില്ല. അതിത്ര സ്വാഭാവികമായിട്ട് പറ്റില്ല. ഇത് വലിയൊരു പ്ലാനോ ഐഡിയ പോലെയൊക്കെ നമുക്ക് തോന്നും. ഇത് അദ്ദേഹം വളരെ ജെനുവിനായിട്ടാണ് പറയുന്നത്. ചുമ്മാ അങ്ങ് പറയും. അപ്പോൾ അത്തരം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സീക്വൻസ് കൈകാര്യം ചെയ്യാനും ഉണ്ണിയേട്ടനെ പോലൊരു നടൻ്റെ പ്രസക്തി വളരെ വലുതാണ്. താങ്ക് യു സർ. ഇരിക്കും.